സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ആയുർവേദ മെഡിക്കൽ കോളേജായി മാറാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഉടുമ്പൻചോലയിലുണ്ടെന്ന് എം മണി MLA. വിവിധ കെട്ടിടങ്ങൾ നിർമ്മിച്ച സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയതിനോടൊപ്പം ഔഷധ സസ്യങ്ങൾ പരിപാലിക്കുന്നതിനും ആവശ്യമായ സ്ഥല സൗകര്യമുണ്ട്. ഉടുമ്പൻചോല ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ IP വിഭാഗത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. സംസ്ഥാനത്തെ 4ാമത്തെ ആയുർവേദ മെഡിക്കൽ കോളേജായ ഉടുമ്പൻചോല ഭാവിയിൽ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജായി മാറും. വികസനത്തിനാവശ്യമായ വിശാലമായ സ്ഥല സൗകര്യവും ഉടുമ്പൻചോലയിലുണ്ട്. ഇതോടൊപ്പം കാലാവസ്ഥയും അനുയോജ്യമാണെന്നും എം മണി MLA പറഞ്ഞു. മനോഹരമായ സ്ഥലമാണ്. അത്യാവശ്യം വേണേൽ പച്ചമറി മരുന്ന് എല്ലാം ചെയ്യാനുള്ള ഉടുമ്പൻചോല മാട്ടുത്താവളത്തെ 21 ഏക്കറോളം ഭൂമിയാണ് ആയുർവേദ മെഡിക്കൽ കോളേജിനായി വിട്ടു നൽകിയിരിക്കുന്നത്. ഇടുക്കി വികസന പാക്കേജിൽ അനുവദിച്ച 10 കോടി രൂപ ഉപയോഗിച്ച് OP ബ്ലോക്കിന്റെ നിർമ്മാണം നടത്തുന്നതിനുള്ള പ്രാരംഭ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ പഞ്ചായത്ത് വിട്ടു നൽകിയ കെട്ടിടത്തിലാണ് OP ബ്ലോക്ക് പ്രവർത്തിക്കുന്നത്. ഇതിനായി 25 പുതിയ തസ്തികകൾ സൃഷ്ടിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് 2 കോടിയിലധികം രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പുറമെയാണ് സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ കിടത്തി ചികിത്സാ വിഭാഗം താൽക്കാലികമായി ആരംഭിക്കുന്നത്. 50 കിടക്കകളോട് കൂടിയ സൗകര്യങ്ങളാണ് തുടക്കത്തിൽ ആരംഭിക്കുക. ഫർണിച്ചർ അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. IP വിഭാഗം ഉദ്ഘാടന യോഗത്തിൽ ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ TD ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നാഗജ്യോതി ഭാസ്കർ, ഡോക്ടർ PY അൻസാരി, പരമേശ്വരി R, ഡോക്ടർ ശ്രീദർശൻ KS, മണികണ്ഠൻ KV, തിലോത്തമ സോമൻ, VN മോഹനൻ, NB സുനിൽകുമാർ, KK സജികുമാർ, ഡോക്ടർ JN D, ഡോക്ടർ സുനിൽ ജോൺ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ ഉടുമ്പൻചോല.